എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ പാഠത്തിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ട സമവാക്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു. ഒന്നാമത്തെ ഇക്വേഷൻ വളരെ എളുപ്പമാണ്, നിങ്ങൾ 8ൽ പഠിച്ചതാണ്. V is equal to U plus AT. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോ ഈ മൂന്ന് ഇക്വേഷനും നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യണത് എന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഇനി നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യലാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ഇക്വേഷൻ ഏതിനു വേണ്ടിയിട്ടാണ്? ഡിസ്പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ, നേരത്തെ കണ്ട അതേ ഗ്രാഫ് തന്നെയാണ്. ആ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ, the area of the velocity time graph is equal to the displacement of the body. Velocity time graph ന്റെ ഏരിയ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെന്റിനോട് ഈക്വൽ ആയിരിക്കും. അതായത് സമയപ്രവേഗ ഗ്രാഫിന്റെ ഈ വിസ്തീർണം സ്ഥാനാന്തരത്തിനോട് തുല്യമായിരിക്കും. രണ്ടാമത്തെ ചലന സമവാക്യം ആണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ ചലന സമവാക്യം ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം കാണുന്നതിനാണ്. അപ്പോ നമുക്ക് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയം T1 തുടങ്ങി T2 വരെയാണ്. അതായത് ആ ബോഡി, ആ കാറ് T1 തുടങ്ങി T2 വരെ ഉള്ള സമയം കൊണ്ട് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്, അതിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ആ സമയപ്രവേഗ ഗ്രാഫിന്റെ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ മതി. ഏതാത്? ആ T1 T2 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, ഈ ഒരു ഏരിയ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് ഗ്രാഫില് ഇതിന്റെ ഏരിയ, ഈ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് വൃത്താണ്. വൃത്തല്ല, എന്തെന്നാ? ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചതുർഭുജം എന്ന് പറയും. ഇത് ഒരു ചതുർഭുജമാണ് അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ആണ്. ഏത്? PQRS. അത് അപ്പൊ എങ്ങനെയാ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കാണുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1/2 H × A + B. H എന്ന് പറഞ്ഞാൽ ആ പാരലൽ ആയിട്ടുള്ള, സമാന്തരമായിട്ടുള്ള വശങ്ങൾ തമ്മിലുള്ള അകലം. അപ്പോ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ലക്ഷ്യം ഈ T1 മുതൽ T2 വരെയുള്ള സമയം കൊണ്ട് ആ വസ്തുവിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കാണണം. സ്ഥാനാന്തരം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഗ്രാഫിന്റെ, സമയപ്രവേഗ ഗ്രാഫിന്റെ വിസ്തീർണം കണ്ടാൽ മതി. ഏത് സമയമാണോ പരിഗണിക്കുന്നത് അത്രയും ഭാഗമാണ് ഇത്. നമുക്ക് നോക്കാം. Displacement is equal to area of the velocity time graph. സ്ഥാനാന്തരം സമം സമയപ്രവേഗ ഗ്രാഫിന്റെ വിസ്തീർണം. അപ്പോ സ്ഥാനാന്തരം സമം ഡിസ്പ്ലേസ്മെന്റ് സമം ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ PQRS. മലയാളം മീഡിയം എഴുതുമ്പോ സ്ഥാനാന്തരം സമം ചതുർഭുജത്തിന്റെ വിസ്തീർണം. അപ്പൊ നമുക്കറിയാം ചതുർഭുജത്തിന്റെ വിസ്തീർണം 1/2 H × A + B. നമ്മൾ വില കൊടുക്കുകയാണ് 1/2 × H. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് RS. ഈ ഡിസ്റ്റൻസ്, ഈ അകലമാണ് H. രണ്ട് സമാന്തര രേഖകൾ തമ്മിലുള്ള അകലം. ഇതാണ് ഒരു സമാന്തര രേഖ. ഇതാണ് ഒരു സമാന്തരമായിട്ടുള്ള രണ്ട് സൈഡുകളിൽ ഒന്ന് ഇതും ഇവയ്ക്ക് ഇടയിലുള്ള അകലം. അത് എത്രയാ? ഇതാണ്. അപ്പോ RS 1/2 × RS × PS ഈ സൈഡ്, PS + QR ഈ സൈഡ്. അപ്പോ ഇതില് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കലാണ് നമ്മൾ ലക്ഷ്യം. അതില് ഈ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററിന്റെ സൈഡായിട്ടുള്ള RS PS QR ഇതൊന്നും ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് അതിനെ ചലനം, മോഷനുമായി ബന്ധപ്പെട്ട വാല്യൂസ് ആക്കി മാറ്റണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴാണ് 1/2 × RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ആ സമയമാണ്. എത്ര സമയം T1 T2 ഇടയിലുണ്ടായ സമയം, അതായത് T2 - T1 അല്ലെങ്കിൽ T, എത്ര സമയമാണോ സഞ്ചരിച്ചത് അതാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? T. RS നെ മാറ്റി T എന്ന് എഴുതാം. എന്നിട്ട് നമ്മളിനി നോക്കി PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T1 എന്ന സമയത്തുള്ള വെലോസിറ്റി ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് T1 തുടങ്ങി T2 വരെയാണ്. അതിനാൽ T1 എന്നുള്ള സമയത്തുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗമാണ്. ആ ആദ്യ പ്രവേഗത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരം U ആണ്. ഇനി അടുത്തത് T2 QR. QR എന്ന് പറഞ്ഞാൽ എന്താ?
T2 എന്ന സമയത്തെ വെലോസിറ്റി ആണ്. T2 എന്ന സമയത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ്. അപ്പൊ QR നെ മാറ്റി എന്ത് എഴുതാം? V എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/2 T into U plus V. പക്ഷെ ഇതല്ല സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഡിസ്പ്ലേസ്മെന്റിന്റെ അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതല്ല. അപ്പൊ അതിനെ നമുക്ക് ഒന്നുകൂടി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ V യെ മാറ്റാൻ പോവാ, V യെ റീപ്ലേസ് ചെയ്യാൻ പോവാ. V നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടു, V is equal to U plus AT. അപ്പൊ ആ U plus AT ഉപയോഗിച്ച് നമ്മൾ എന്തിനെ മാറ്റുന്നു? V യെ മാറ്റുന്നു. അപ്പൊ നമുക്ക് V യുടെ സ്ഥാനത്ത് എന്ത് എഴുതാം? U plus AT എന്ന് എഴുതാം. അതാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ഇത് ഡിറൈവ് ചെയ്യുന്ന സമയത്ത് വേണ്ട. അപ്പോ 1/2 T into U plus AT. V മാറ്റി U plus AT. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള നമുക്ക് ചെയ്ത് നോക്കാം. 1/2 T into U plus U. U plus U എന്ന് പറഞ്ഞാൽ എന്താ? 2U plus AT. ഇനി ബ്രാക്കറ്റ് നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇല്ലാതെയാക്കാണ്. അപ്പൊ 1/2 T into 2U 1/2 T into 2U plus 1/2 T into 80 1/2 T into 80. അപ്പൊ എന്ത് കിട്ടി? 1/2 T into 2U plus 1/2 T into 80. അതായത് ഈ 2ഉം ഈ 2ഉം നമുക്ക് വെട്ടി ചെറുതാക്കാം. അപ്പൊ കിട്ടി UT plus half AT square. S ആണ് ഇതാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിനെ സൂചിപ്പിക്കുന്ന അക്ഷരം S ആണ്. അപ്പോ S is equal to UT plus half AT square. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. S is equal to UT plus 1/2 AT square. ത്വരണത്തോടു കൂടി ആക്സിലറേഷനോട് കൂടി ഉള്ള ചലനമാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് വേണം? UT into ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം പ്ലസ് 1/2 ഇൻറ്റു A എന്താ? ആക്സിലറേഷൻ ത്വരണം ഇൻറ്റു T സ്ക്വയർ. അപ്പൊ ഈ ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം. 3 ഇക്വേഷനും എഴുതി പഠിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോബ്ലംസും ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്കിനി അടുത്ത ഇക്വേഷൻ മൂന്നാമത്തെ സമവാക്യം നമുക്ക് ഡിറൈവ് ചെയ്യാം. അതിന് സെക്കൻഡ് ഇക്വേഷൻ അതിന്റെ പകുതി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് എങ്ങാനും പരീക്ഷയ്ക്ക് തേർഡ് ഇക്വേഷൻ ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ, ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? S is equal to നമുക്കറിയാം S is equal to 1/2 into RS into PS plus QR എന്ന് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ വാല്യൂ കൊടുക്കുന്ന സമയത്ത് S is equal to 1/2 T into U plus V എന്ന് കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ V ആണ് റീപ്ലേസ് ചെയ്തത്. വിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് മാറ്റി എഴുതി. ഒന്നാമത്തെ സമവാക്യം ഉപയോഗിച്ച് മാറ്റി എഴുതി. ഇവിടെ നമ്മൾ ഇനി മാറ്റാൻ പോകുന്നത് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി T ആണ് മാറ്റാൻ പോകുന്നത്. നമുക്കറിയാം ഒന്നാമത്തെ ഇക്വേഷൻ V is equal to U plus AT or V minus U is equal to AT. V minus U is equal to AT. Then V minus U ഈ A കൊടുക്കുന്നു. V minus U divided by A is equal to T. V minus U divided by A is equal to T. ഈ T യുടെ വില നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ എന്തായിട്ട് മാറും? 1/2 into T യുടെ സ്ഥാനത്ത് എന്ത് എഴുതി? V minus U divided by A into ഇവിടെ U plus V ആണ്. U plus Vക്ക് പകരം V plus U എന്ന് എഴുതി. U plus V യും E plus U ഒന്നാണ്. അങ്ങനെ എഴുതാൻ കാരണമുണ്ട്. കാരണം എന്താ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 1/2 A into V minus U into V plus U. V minus U into V plus U. അതിനെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പരിചയമുള്ള ഫോം ആണ് A plus B into A minus B. ഇവിടെ ഇപ്പൊ A minus B into A plus B യിലാണ് കിടക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. A plus B into A minus B. A plus B into A minus B എന്താ? A square minus B square. അപ്പൊ എന്താ? S is equal to 1/2 A into V square minus A square. V square minus A square. ഇനി എന്ത് ചെയ്തു? ഈ V square minus A square നമ്മൾ ഇക്വേഷന്റെ ഒരു ഭാഗത്ത് നിർത്തി. കൂടെയുള്ള 2A അങ്ങോട്ട് കൊണ്ടുപോയി. ഇത് ഏതാ? S ആണ്.
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2a into s, 2as is equal to v square minus u square, v square minus u square. ആ തേർഡ് ഇക്വേഷന്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതല്ല. അപ്പൊ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുകയാണ്. വി സ്ക്വയറിനാണ് തേർഡ് ഇക്വേഷൻ. വി സ്ക്വയർ ഒരു ഈക്വൽ ടു സമത്തിന്റെ ഒരു ഭാഗത്ത് നിർത്തി, ആ വി സ്ക്വയറിനെ ഒരു ഭാഗത്ത് നിർത്തി ബാക്കിയുള്ളവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ബാക്കിയുള്ളവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് യു സ്ക്വയർ ഇവിടെ മൈനസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ എന്തായിട്ട് മാറും? 2as പ്ലസ് യു സ്ക്വയർ എന്ന് വരും. അതിപ്പോ യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പൊ എന്ത് കിട്ടി? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പൊ മൂന്നാമത്തെ ഇക്വേഷൻ ഏതാ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ മൂന്ന് ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഡിറൈവ് ചെയ്ത് പഠിക്കുക. മാത്രമല്ല ഇതൊരു 10 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കുക. എക്സാമിനേഷന് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യണം. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ചതിക്കുന്നതാണ്. ഈ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇക്വേഷൻ ഒക്കെ എന്താണോ കാണേണ്ടത് അതിനായിരിക്കും. വി ആണ് കാണേണ്ടത്. വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി. അപ്പോ റൈറ്റ് ഹാൻഡ് സൈഡ് വലതുവശം ചെയ്താൽ നമുക്ക് വി കിട്ടും. ഇവിടെ എസ് ഇസിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ വാല്യൂ അപ്ലൈ വാല്യൂ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. പക്ഷെ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വി സ്ക്വയർ ആണ്. അപ്പൊ അതിനെ നമുക്ക് വി ആക്കി മാറ്റണം ചെയ്യാൻ അതിന്റെ എന്തെടുക്കണം? സ്ക്വയർ റൂട്ട് എടുക്കണം. അത്തരത്തിൽ ചതിക്കുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ.